മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്കൊപ്പമാണ് CPIM. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തോടെ എങ്ങനെയാണ്? അല്ല, ആ ഡിമാൻഡിന് മേലെ വെച്ചിട്ടുള്ളല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എനിക്കതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. CPIM ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് മനസ്സിലായില്ലേ? ആരോടൊപ്പം? അതിലെ കോടതി വിധിയും കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതിലൊന്നും ഇപ്പം കടന്നു പോകേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക്. അല്ല മാഷ, ഒറ്റ സംശയം. അപ്പം അങ്ങനെയാണെങ്കിൽ അന്ന് നടന്ന ആ യുവതി പ്രവേശനം, അന്ന് അവിടെ ദർശനം നടത്തി, അത് തെറ്റായി പോകുന്നു? ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിൻ്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിന് വേറെ ആളെ നോക്കുന്നതല്ലേ. പിന്നെ പക്ഷേ മറ്റൊരു കാര്യം, ഈ വൈശാഖൻ ഉൾപ്പെടെയുള്ള ഒരു കാലത്ത് ഡിവൈഎഫ്ഐയിലേക്കും അതിശക്തമായ രീതിയിൽ ഒരു പൊതുധാരയിൽ നിറഞ്ഞ നാൾ അവർ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? അതെല്ലാം പാർട്ടി സംഘടനാപരമായ തീരുമാനമാണ്, വരേണ്ടതാണ്. അല്ല, അങ്ങനെ ഒരു നീക്കം അതല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, മലയാളത്തിലല്ലേ പറയുന്നത്. നമുക്കറിയാം, അതന്നെ ഞാൻ പറഞ്ഞത്. അതെല്ലാം പാർട്ടി സംഘടനാപരമായ കാര്യങ്ങളാണ്. അത്തരം നിർദ്ദേശം ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ്, സ്റ്റേറ്റ്. അതായത് സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളോടിപ്പം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ വെറുതെ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. സംഘടനാപരമായ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും പലതും. അത് ഞാൻ എന്നോട് പറഞ്ഞാലേ അത് ശരിയാവുന്നു, നിങ്ങൾ ചെയ്യണോ? ഞാൻ യുവതി പ്രവേശനം അധ്യായം വിട്ടു. ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഗവർണർക്ക് അതിൻ്റെ അവകാശമുണ്ടല്ലോ, സമീപിക്കട്ടെ. അപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കുമല്ലോ. വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഗവർണർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണതെല്ലാമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി. കോടതി കൃത്യമായൊരു നിലപാട്, ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു. അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് വെക്കാറുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷ പ്രീണനാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതാണ് മറ്റൊരു ആരോപണം. അത് ഈ വർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല, ഇന്നും എടുക്കുന്നില്ല, നാളെ എടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിശ്വാസികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിശ്വാസികളാണ്. വിശ്വാസികളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അതാ കാര്യം. ആ തിയറിയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് പോകണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ. ആ നിലപാടാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി മനസ്സിലാക്കി പറയണം. വെറുതെ എന്തെങ്കിലും വർത്താനം തോന്നിയിട്ട് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് പിന്നെ പറയണ്ട. മനസ്സിലായില്ലേ? വിശ്വാസികൾക്കൊപ്പം വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടത്. വ്യക്തമായില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.